വെൽക്കം ടു ബുദ്ധിസ്റ്റീറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കളമശ്ശേരിക്കടുത്തായി മണലിമുക്കിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റിലാണ്. 35ലധികം വില്ല പ്ലോട്ടുകളുള്ള ഈ ഒരു വില്ല പ്രൊജക്റ്റിലെ 4 BHK പ്ലസ് യൂട്ടിലിറ്റി റൂമോട് കൂടിയ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മോഡേൺ ബോക്സി എലിവേഷനോട് കൂടിയ ഈ ഒരു വീടിന് 3 സൈഡ് എലിവേഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. 5 മീറ്റർ ഇൻറ്റേർണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഈ വീടിൻ്റെ 2 സൈഡിലായിട്ട് 5 മീറ്റർ റോഡാണ് വരുന്നത്. വീടിൻ്റെ സൗത്ത് എലിവേഷനാണിത്. ഇവിടെയായിട്ടും 5 മീറ്റർ റോഡാണ് വരുന്നത്. വീടിൻ്റെ എലിവേഷനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ടെക്സ്ചർ വർക്കും ലൈറ്റും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 4.8 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 വലിയ SUV കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. കൂടാതെ ചെറിയ വാഹനങ്ങളാണെങ്കിൽ ഒരു വലിയ SUVയും 2 ചെറിയ വാഹനങ്ങളും പാർക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 16 അടി നീളവും 9.5 അടി വീതിയുമാണ് ഈ ഒരു കാർ പാർക്കിങ്ങിന് ഉള്ളത്. വീടിൻ്റെ ഫ്രണ്ട് എലിവേഷന് കൂടുതൽ ഭംഗി നൽകാൻ ഇവിടെയായിട്ട് ക്ലാഡിംഗ് ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ വീടിൻ്റെ കിഴക്ക് ഭാഗത്താണുള്ളത്. 9 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് മറ്റ് 2 കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഇവിടെയും കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് വിരിച്ചിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വടക്ക് ഭാഗത്താണുള്ളത്. 3.5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. ഇത് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനാണ്. ഇത് ഓൾറെഡി ബേസ്മെൻറ്റ് വർക്ക് ഏരിയയുടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് മെറ്റൽ ചിപ്സാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് ഫുഡ് വേസ്റ്റ് ഇടാനായി ഒരു സംവിധാനം കൂടി ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. 3.5 അടിയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയും മെറ്റൽ ചിപ്സാണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലാണുള്ളത്. 5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയും മെറ്റൽ ചിപ്സാണ് വിരിച്ചിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് ഒരു ചെറിയ ഗാർഡൻ ചെയ്യാനുള്ള സ്പേസും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നൽകിയിരിക്കുന്ന പില്ലർ ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. 7 അടി നീളവും 4 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോറും കിഴക്ക് ദർശനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. മഹാഗണി ഒറ്റപ്പാളിയായിട്ട് വലിയൊരു ഹാൻഡിലോട് കൂടിയാണ് ഈ ഒരു ഡോർ ചെയ്തിരിക്കുന്നത്. കൂടാതെ വീതിയുള്ള പാനലിംഗ് വർക്കോട് കൂടിയാണ് ഫ്രെയിം വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിങ് സ്പേസ് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 12 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. 4 വലിയ 3 ഡോർ വിൻഡോയാണ് ഈ ഒരു സ്പേസിന് കൊടുത്തിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്ക് ചെയ്ത് ഗ്ലോസി ടൈൽ നൽകിയിരിക്കുന്ന ഈ ഒരു ലിവിങ് സ്പേസിന് വലിയൊരു ഷാൻലിയറും നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു. TV യൂണിറ്റിൻ്റെ ബാക്ക് സൈഡും ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്.
ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് ഒരു പാനലിംഗ് വർക്ക് കാണാം. നമ്മളിനി ഡൈനിങ് സ്പേസിലേക്കാണ് പോകുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. 16 അടിയോളം നീളവും 6 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഇവിടെയായിട്ട് വലിയൊരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. നമുക്കിനി ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്നത് ഈ ഒരു ലിവിങ് സ്പേസിലേക്കാണ്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടൊരു പാനലിംഗ് വർക്കും കൂടാതെ ചെറിയൊരു ഡക്ക സ്പേസും നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ 2 ഡോറുകളും പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ചെറിയൊരു ഡക്ക സ്പേസും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു സ്പേസാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് ആയിട്ട് വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്തായിട്ട് ഇവിടെയായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു കിച്ചണിന് 11 അടിയോളം നീളവും 7.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇലക്ട്രിക് ചിമ്മിനി ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസും ഈ ഒരു കിച്ചണിൽ വരുന്നുണ്ട്. ഗ്ലോസി ടൈലാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. കൂടാതെ സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൻ്റെ ഡോർ വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 12.5 അടി നീളവും 11.5 അടി വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കി ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നത്. ഇതുകൂടാതെ ഒരു വലിയ വാർഡ്രോബും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലുകളോട് കൂടിയ ഈ ഒരു ബാത്റൂമിന് ഹീറ്ററിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13.5 അടിയിലേറെ നീളവും 10.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. നോർത്തിലേക്ക് വലിയൊരു 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് വന്നിരിക്കുന്നത്. ഇതുകൂടാതെ ഇവിടെയായിട്ട് വലിയൊരു വാർഡ്രോബും വന്നിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ഒക്കെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ഇവിടെ എല്ലാ ബാത്റൂമിലും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ന്യൂവൽ പോസ്റ്റ് ഫുള്ളി വുഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് ടൈപ്പിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു സ്റ്റെയർ ടൈലിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ സ്റ്റെപ്പ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്.
സ്റ്റെയർ കയറി വരുമ്പോൾ ലാൻഡിങ്ങിനോട് ചേർന്ന് ഈ ഒരു വോൾ ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ നൽകിയാണ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 14.5 അടി നീളവും 12.5 അടി വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിങ്ങിന് ഉള്ളത്. ഇവിടെയായിട്ട് ചെറിയൊരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇത് യൂട്ടിലിറ്റി റൂമിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഗോൾഡ് പെഡലിൻ്റെ സ്വിച്ചസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വയേഴ്സ് വി ഗാർഡിൻ്റെ. ഇത് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമാണ്. ഇവിടെയായിട്ട് ഒരു സ്റ്റഡി ടേബിൾ ചെയ്തിട്ടുണ്ട്. ഇത് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇത് ഡബിൾ ഹൈറ്റ് പോർഷനാണ്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13.5 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ബെഡ്റൂമിൻ്റെ വാൾഡ്രോബ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്ത് ഹീറ്ററിൻ്റെ പോയിന്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12.5 അടിയിലേറെ നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് ഒരു ബാൽക്കണി കൂടി ഈ ഒരു ബെഡ്റൂമിന് ഉണ്ട്. വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൽ നിന്നുള്ള ബാൽക്കണി വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനെല്ലാം തന്നെ ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഈ ഒരു ബാത്റൂമിനും വന്നിട്ടുള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്ത ഈ ഒരു ബാത്റൂമിന് ഹീറ്ററിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ യൂട്ടിലിറ്റി റൂമിലേക്ക് വരാം. 11 അടിയിലേറെ നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന ഈ ഒരു റൂം നമുക്ക് സ്റ്റഡി റൂമോ ഗസ്റ്റ് റൂമോ ആയി കൺവേർട്ട് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയറിൻ്റെ അടുത്തേക്കാണ്. സ്റ്റെയറിലേക്ക് പോകാനുള്ള പാസേജ് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ വലിയൊരു ബാൽക്കണിയിലേക്ക് വരാം. 14 അടിയോളം നീളവും 9 അടി വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് 1 കിലോമീറ്റർ, സെൻറ് ജോസഫ് സ്കൂളിലേക്ക് 500 മീറ്റർ, കാക്കനാടേക്ക് 7.7 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 8.5 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 3 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 2.9 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 7.5 കിലോമീറ്റർ, ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 8.5 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 17 കിലോമീറ്റർ, കലൂരിലേക്ക് 15 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 6 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്.
4.25 സെന്റ് സ്ഥലത്തെ 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും ഒരു യൂട്ടിലിറ്റി റൂമോടും കൂടി ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 93 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ബാങ്ക് ലോൺ അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ എസ്റ്റേറ്റ്സിന്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.